ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. ആണ്ട് നേർച്ചയും ചില അപവാദങ്ങളും. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് KM മുഹമ്മദ് കോയ മാത്തോട്ടം മുഹമ്മദ് കോയ AP സുന്നിയുടെ ആളാണ്. ഇതിന്റെ പ്രസാധകര് മർഹൂം ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ഷാലിയാത്തി മെമ്മോറിയൽ. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിക്കൊടുത്തിട്ടുള്ളത് ഈ ബുക്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി അത്ഭുതം തോന്നും. അതുകൊണ്ടാണ് ഈ ബുക്കിനെ ഒന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അതൊന്നും ഞങ്ങളതല്ല, അതൊക്കെ ഞങ്ങളെ പേരിൽ ആരോ വെച്ച് കെട്ടിയതായിരിക്കും എന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരാവശ്യപ്പെട്ടാൽ ഇതിന്റെ ഫോട്ടോകോപ്പി ഉടനെ അയച്ചു കൊടുക്കുന്നതാണ്. ഈ പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിട്ടുള്ളത് കാന്തപുരം വിനീതൻ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ MFP. അപ്പൊ ആധികാരികതന്റെ ഒരു മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഇതിന്റെ ഉള്ളൊന്ന് തുറക്കാം. എന്താ ഈ ബുക്കിലുണ്ട്? ഈ ബുക്കില് അടുത്ത കാലത്ത് ഈ അല്ലുറുഫാദ് മാസികയിൽ ഒരു ലേഖനം വന്നു. ഈ SSFന്റെ കുട്ടികളെ ലേഖനം എഴുതി എന്താ, നേർച്ചയിൽ അനാചാരമൊക്കെ ഒഴിവാക്കണം. അപ്പൊ തന്നെ ഈ ബുക്കിൽ എഴുതണത് നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ ഇപ്പൊ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, വല്ല പടുമൂടൻ കുട്ടികളും അഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ഉണ്ടോ? സുന്നികളാ പോയി പറയുന്നത്, നിങ്ങൾ അങ്ങനെ വല്ല അഭിപ്രായം അല്ലുറുഫാദിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പടുമൂടൻ വിഡ്ഢിക്കുട്ടികൾ. ആരെ പറയുന്നത്? നമ്മളെ കുട്ടികളെ തന്നെ, SSFന്റെ കുട്ടികളെ, സുന്നി കുട്ടികളെ പറ്റിയാണ് പറയുന്നത്. വല്ല പടുമൂടൻ കുട്ടികളും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിമീങ്ങൾക്ക് ബാധകമല്ല. ആ തീരുമാനത്തെ അവഗണിച്ചോ അതിക്രമിച്ചോ അഭിപ്രായം പറയുന്നവൻ യഥാർത്ഥ സുന്നിയല്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശത്രുവും വഹാബി ചാരനുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. ഈ നിങ്ങൾ കേട്ടോ, ഇവര് പറയണ എന്താ അറിയോ? ഈ കുട്ടികൾ പറയണത് ഞങ്ങൾ പണ്ട് തന്നെ ഇതൊക്കെ എതിർത്തിട്ടുണ്ടെന്നല്ലേ. സമസ്തന്റെ ആലിമ്യങ്ങൾ പണ്ട് ഇതിനൊക്കെ എതിരായിരുന്നു. ഏതൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. അപ്പൊ സമസ്തന്റെ ഒരാലിമെ അദ്ദേഹത്തിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ ഞാൻ എതിർക്കും പറഞ്ഞു. സ്വന്തം പത്രമായ അന്നത്തെ സമസ്തന്റെ പത്രമാണ് അൽബയാൻ. ആ അൽബയാനിൽ അദ്ദേഹം ഒരു ലേഖനം എഴുതി. എന്താ ലേഖനം എഴുതിയത് കേട്ടോ? കാടേരി അൽബയാനിൽ എഴുതിയ ലേഖനത്തിന്റെ ചുരുക്കം ഇപ്രകാരമായിരുന്നു. ഈ പുസ്തകത്തിന്റെ 4ാമത്തെ പേജിൽ വായിക്കുന്നു. ഇന്ന് കാടേരി പറയണേ, മൂപ്പർക്ക് സഹിക്കാവുന്നത് അദ്ദേഹം എഴുതിയതാ. ഇന്ന് മലബാറിന്റെ ചില ഭാഗങ്ങളിൽ ശുഹദാ, ഔലിയാ, സാദാത്ത് എന്നീ മഹാന്മാരുടെ ഖബറിടങ്ങളിൽ വെച്ച് നേർച്ച എന്ന പേരിൽ നടത്തിവരുന്ന ആഘോഷങ്ങൾ, അതായത് കേട്ടോ, ചെണ്ടമുട്ട്, കുഴൽവിളി, കോൽക്കളി, കത്തുകളി, ചട്ടിക്കളി, തട്ടിക്കളി, ആറാട്ടം, പോരാട്ടം, കോർത്തുവലി, ആർത്തുവിളി തുടങ്ങിയ പല തോന്യാസങ്ങളും നടത്തപ്പെടുന്ന കാഴ്ചയാണല്ലോ നാം കണ്ടുവരുന്നത്. ആരാ പറയണേ? കാടേരി. അവയെല്ലാം വിരോധിക്കപ്പെട്ടതാകയാൽ അതിൽ പങ്കെടുക്കാനും അവയോട് അനുകൂലിക്കാനും പാടില്ലാത്തതാകുന്നു. 1952 ഏപ്രിൽ അക്കം അൽബയാനിൽ കാടേരി അബുൽ കമാൽ എഴുതുന്നു. ഇനി കേട്ടോ, ഇയാൾ തന്നെ എഴുതിയപ്പോ സമസ്തക്കാർ അംഗീകരിച്ചോ? എന്നാ നിങ്ങൾക്ക് പറയായിരുന്നു എന്ത്, ഞങ്ങൾ പണ്ടേ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഒരു നല്ല മനുഷ്യൻ ഇതിനെ എതിർത്തപ്പോ അയാളെ വെച്ചോ? അടുത്ത കേട്ടോ, അൽബയാനിൽ കാടേരി എഴുതിയ ഈ ലേഖനത്തെ തുടർന്നുണ്ടായ കോളിളക്കം പരിഹരിക്കാൻ സമസ്ത നിർബന്ധിതമായി. ഇത് വായിച്ചപ്പോ സമസ്തയിൽ കോളിളക്കം ഉണ്ടായി. ഇയാൾ വഹാബിച്ചാരനാണേ, സൂക്ഷിക്കണം, അയാൾക്കെതിരെ നടപടി വേണം ഒച്ചപ്പാടുണ്ടായി. അങ്ങനെ 1952 ഡിസംബർ 10 വാളക്കുളത്ത് സമസ്തയുടെ മുഷാവറ ചേരാൻ തീരുമാനിച്ചു. സമസ്തന്റെ ആലിമീങ്ങൾ 40 ആള് മുഷാവറം കൂടി. മഹാനായ പാനായിക്കുളം പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ കൂടിയ പ്രസ്തുത മുഷാവറ സംഭവത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി ചർച്ച ചെയ്ത ശേഷം താഴെ പറയുന്ന തീരുമാനം അംഗീകരിച്ചു. എന്താ തീരുമാനം? ആ തീരുമാനങ്ങളൊന്ന് കേട്ടോ, എന്നിട്ട് പറ സമസ്തക്കാര് കണ്ടതിനെതിരായിരുന്നോ അനുകൂലമായിരുന്നോ? എന്താ തീരുമാനം അറിയോ? തീരുമാനം കേട്ടോളി. ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നതിനെ സംബന്ധിച്ചും, അപ്പൊ ഈ കാടേരി അതിന്റെ ആളാ. മയ്യത്തുകൊണ്ട് പോകുമ്പോൾ ദിക്ർ ചൊല്ലാൻ പാടില്ല എന്ന് പറയുന്ന സമസ്തന്റെ കാര്യമാണ് ആര്? കാടേരി. അതിനെപ്പറ്റി മൂപ്പര് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇയാളെ പേരിൽ സമസ്തന്റെ അച്ചടക്ക നടപടിയാണ് ഈ വായിക്കുന്നത്. ജനാസ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നതിനെ സംബന്ധിച്ചും കൊടികുത്തു നേർച്ചയെ സംബന്ധിച്ചും അൽബയാൻ പത്രാധിപർ ഉണ്ടോ? കാടേരി അൽബയാന്റെ എഡിറ്ററായിരുന്നു. അൽബയാൻ പത്രാധിപർ പത്രത്തിൽ എഴുതിയ ലേഖനങ്ങൾ രണ്ടും പരിശോധിച്ച് അവ രണ്ടും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുകയും. കണ്ടോ, ചെണ്ടമുട്ടും വയൽവിളിയൊക്കെ നിരോധിക്കണം എന്ന് പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾക്ക് നിരക്കാത്തതാണെന്ന് മുശാവറ ഐക്യകണ്ഠേന അഭിപ്രായപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ
പത്രാധിപരെ പിരിച്ചുവിടേണ്ടതാണെന്ന് തീരുമാനിക്കാറാവുകയും ചെയ്തപ്പോൾ കാടേരിയുടെ മുമ്പേ മനസ്സിലാക്കി എന്നെ കുഞ്ഞി കുടിച്ച് പുറത്താക്കുന്നു. അപ്പൊ എന്ത് ചെയ്തു? പത്രാധിപര് 10/11/52 നൽകിയ രാജിക്കത്ത് പ്രസിഡന്റ് യോഗത്തിൽ വായിച്ച് സമർപ്പിച്ച് പി ഇബ്രാഹിം മുസ്ലിയാരുടെ എതിർപ്പോടെ രാജി സ്വീകരിച്ചു. കാടേരി രാജിച്ചന് പുറത്തു വന്നു. മൂപ്പരിക്കറിയാൻ എന്നെ കുഞ്ഞി കുടിച്ച് പുറത്താക്കും. അതിന്റെ മുമ്പേ രാജിക്കത്താണ് കൊടുത്തു. എന്തേ പ്രശ്നം? നേർച്ചയിൽ അനാചാരം എതിർത്തിന്. എന്തൊക്കെ അനാചാരങ്ങൾ? സുന്നത്ത് ജമാഅത്തിന് നിരക്കുന്ന ആചാരങ്ങൾ കേട്ടോളി. എന്തൊക്കെ? ചെണ്ടമുട്ട്, കുഴൽവിളി, കോൽക്കളി, കത്തുകളി, ചട്ടിക്കളി, തട്ടിക്കളി, ആറാട്ടം, പോരാട്ടം, കോർത്തുവലി, ആർത്തുവിളി, പല തോന്നിയാസങ്ങളും. അതാണ് കാടേരി പറഞ്ഞത്. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിന് നിരക്കൂല കാടേരിയുടെ വാക്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്ക് പിടിച്ചാണ് പുറത്താക്കിയത്.